ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നമ്മളൊന്ന് ഇന്ത്യയിലെ സോയിൽസ് ഓഫ് വിവിധ ഇന്ത്യ തരത്തിലുള്ള എന്ന് പറയുന്ന സോയിൽസിനെ ഭാഗമാണ് കുറിച്ച് നോക്കുന്നത്. നോക്കിയാലോ. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അതിൽ പലതരത്തിലുള്ള ഇന്ത്യയിൽ പല സോയിലുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഫിക്സ് ചിത്രീകരണമാണ് ഈ നിങ്ങളുടെ മുകളിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓരോ പാർട്ടായിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുക. ഇത് ജസ്റ്റ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് ഓരോ പിന്നീടുള്ള നിങ്ങളുള്ള പഠനത്തിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ മുകളിലോട്ട് നോക്കിയാൽ, നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നോക്കിയാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ജമ്മു കാശ്മീരിൻ്റെ സൈഡിലൊക്കെ കാണുന്ന, ഹിമാചൽ പ്രദേശ് ആ ഒരു സൈഡിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫോറസ്റ്റ് മൗണ്ടൻ സോയിലാണ് ആദ്യം ടോപ്പിലായിട്ട് കാണുന്നത്. ഫോംഡ് ബൈ സഫിഷ്യൻറ്റ് റെയിൻഫാൾ, ആവശ്യത്തിനുള്ള റെയിൻഫാൾ കൊണ്ട് രൂപപ്പെട്ടത്. അസിഡിക് വിത്ത് ലോ ഹ്യൂമിഡ് കണ്ടൻറ്റ്, അസിഡിക്കാണ് വിത്ത് ലോ ഹ്യൂമിഡ് കണ്ടൻറ്റാണ്. ഇനി അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അലൂവിയൽ സോയിൽ, നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണാം, കസാർ എന്ന് പറയുന്ന 40% ലാൻഡ് ഏരിയയിൽ അലൂവിയൽ സോയിലാണ്. 40% ലാൻഡ് ഏരിയയിൽ അലൂവിയൽ സോയിലാണ്. ക്രിയേറ്റഡ് ഫ്രം ഇൻഡസ്, ഗാഞ്ചസ് ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് ഡെപ്പോസിറ്റ്. ഗാഞ്ചസിൻ്റെയും ബ്രഹ്മപുത്രയുടെയും റിവർ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് പലയിടങ്ങളിലെ അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാകുന്നതാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. പൊട്ടാഷ്, ലൈം, ഫോസ്ഫോറിക് ആസിഡ് എന്നിവ ഈ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കാം, പൊട്ടാഷിൻ്റെയും ലൈമിൻ്റെയും ഫോസ്ഫോറിക് ആസിഡിൻ്റെയൊക്കെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സോയിൽ ഏതാണ്? അലൂവിയൽ സോയിൽ, കസാർ. 40% ലാൻഡ് ഏരിയയിൽ ഇതാണ് കാണുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അരിഡ് ഓർ ഡെസർട്ട് സോയിലാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിയാൽ ആ സൈഡിലൊക്കെ കാണുന്ന ഹൈ ഇൻ ഫോസ്ഫേറ്റിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ്. ലോ ഇൻ നൈട്രജൻ്റെ കണ്ടൻറ്റ് കുറവാണ്. ഇത്രയാണ് ഇവിടെ മനസ്സിലാക്കി വയ്ക്കേണ്ടത്. ഇനി താഴോട്ട് വന്നാൽ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ലാറ്ററൈറ്റ് സോയിലാണ്. ഫോംഡ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ ഹെവി റെയിൻഫാൾ. ഹൈ ടെമ്പറേച്ചറിൽ ഹെവി റെയിൻഫാൾ, നല്ല റെയിൻഫാൾ ഉണ്ടാകുമ്പോഴത്തേക്ക് രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ലാറ്ററൈറ്റ് സോയിൽ രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. ഒന്നുകൂടെ നോക്കാം. ലാറ്ററൈറ്റ് സോയിൽ ഫോംഡ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചറിൽ ഹെവി റെയിൻഫാൾ, നല്ല റെയിൻഫാൾ ഉണ്ടാകുമ്പോഴത്തേക്ക് രൂപം കൊള്ളുന്നതാണ്. ഹൈ ഇൻ അയൺ, അലൂമിനിയം, ബട്ട് ലോ ഇൻ നൈട്രജൻ, പൊട്ടാഷ്യം ആൻഡ് ലൈം. നല്ല അയണും അലൂമിനിയത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, പക്ഷേ നൈട്രജൻ്റെയും പൊട്ടാഷ്യൻ്റെയും ലൈമിൻ്റെയും കണ്ടൻറ്റ് കുറച്ചാണ് ഉള്ളത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ വന്നാൽ നിങ്ങൾ താഴെ കാണാൻ പറ്റും, അത് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോംഡ് ഫ്രം ഇൻജീനിയസ് ആൻഡ് ക്രിസ്റ്റലൈൻ റോക്സ് എന്ന് പറയുന്നത് കാണും. റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ചുവപ്പും യെല്ലോ സോയിൽ, മഞ്ഞ സോയിൽ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ തൊട്ട് താഴെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ നേരത്തെ നോക്കി ഫോംഡ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫാൾ എന്ന് പറഞ്ഞു. ഹൈ ഇൻ അയൺ, അലൂമിനിയം ആൻഡ് ബട്ട് ലോ ഇൻ നൈട്രജൻ, പൊട്ടാസ്യം ആൻഡ് ലൈം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക. നല്ല ക്ലാസ്സാണോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ പറയുക. ഇനി ഇപ്പുറത്ത് നോക്കിയാൽ, ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ബ്ലാക്ക് സോയിലുണ്ട്. ഫോംഡ് ബൈ ലാവ ഫ്ലോയിൽ രൂപപ്പെട്ട ബ്ലാക്ക് സോയിൽ. ഈ പരുത്തി കൃഷിക്കൊക്കെ ആവശ്യമായ സോയിൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ബ്ലാക്ക് സോയിലാണ് റിഗർ മണ്ണ് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഈ സെൻട്രലിൽ കാണുന്നതാണ് ഈ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഫോംഡ് ബൈ ലാവ ഫ്ലോയുടെ ഫലമായിട്ടുണ്ടായ മണ്ണ്, അത്രയും മനസ്സിലാക്കി വയ്ക്കുക. അയൺ, പൊട്ടാസ്യം, കാൽഷ്യം, ലയം, അലൂമിനിയം ആൻഡ് മഗ്നീഷ്യം. നമ്മൾ നേരത്തെ ലാറ്ററൈറ്റ് സോയിൽ പറഞ്ഞപ്പോഴത്തേക്ക് നൈട്രജൻ, പൊട്ടാസ്യം ആൻഡ് ലൈമിൻ്റെ കണ്ടൻറ്റ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. അയൺ, പൊട്ടാസ്യം, കാൽഷ്യം, ലൈം, അലൂമിനിയം ആൻഡ് മാഗ്നീഷ്യം, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും കണ്ടൻറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പുറത്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു, ലാറ്ററൈറ്റ് സോയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, അവിടെ ഉള്ളത് ഹൈ ഇൻ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അലൂമിനിയത്തിൻ്റെ കണ്ടൻറ്റും കൂടുതലാണ്. ബട്ട് നൈട്രജൻ്റെയും പൊട്ടാസ്യം ആൻഡ് ലൈമിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഇപ്പം നമ്മൾ അലൂവിയൽ സോയിലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ താഴോട്ട് വന്നപ്പോഴത്തേക്ക് കേരളത്തിലെ മണ്ണാണെന്ന് ചോദിക്കാറുണ്ട്. അത് കേരളത്തിലെ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് നിങ്ങൾക്ക് അറിയാം. മിക്കവാറും എല്ലാ വീടുകളിലും എവിടെ നോക്കിയാലും ചുവപ്പ് മണ്ണില്ലാത്ത സ്ഥലമൊന്നുമില്ല. എല്ലാവിടെയായാലും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ
ടെമ്പറേച്ചറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നല്ല താഴെ നമ്മുടെ സൗത്ത് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മഴ പ്രദേശമാണ്. നല്ല അത്യാവശ്യം മഴയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഈ നമ്മുടെ അഗസ്ത്യർവനം, നമ്മുടെ വെസ്റ്റേൺ ഗേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളതായിക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ടാണ് ലാറ്ററൈറ്റ് സോയിൽ ഈ ഒരു സൈഡിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അലൂവിയൽ സോയിലിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ബ്ലാക്ക് സോയിൽ, പരുത്തി കൃഷി അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുള്ള കേരളത്തിലെ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണിനമാണ് കേരളത്തിലെ മണ്ണിനം, അങ്ങനെ അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ ഈ മണ്ണിൻ്റെ ഇതൊക്കെ NCERT ബേസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അയൺ, പൊട്ടാസ്യം, കാൽഷ്യം ഇതിൻ്റെയൊക്കെ കണ്ടൻസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ NCERT ലെവലാണ് ചോദിക്കുന്നത്, അപ്പം പഴയതുപോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ഫോംഡ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫോൾ കാരണം ഉണ്ടായത് മണ്ണ് ഏത് അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ അയണിൻ്റെയും അലുമിൻ്റെയും അളവ് കൂടുതലുള്ള മണ്ണിനും ഏത് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ അയൺ, പൊട്ടാസ്യം, കാൽഷ്യം, ലൈം, അലൂമിനിയം ആൻഡ് മഗ്നീഷ്യം ഇങ്ങനെയുള്ള കണ്ടൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന മണ്ണേത് ഇങ്ങനെ ചോദിക്കാം. പിന്നെ ഓരോ സ്ഥലങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഇത് ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഓരോ കൃഷിക്കും അനുയോജ്യമായ മണ്ണ് ഏത്, ഇപ്പം കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക.